എൻ്റെ പേര് ലിസി. ഞാൻ ലിസ്മ ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ഞങ്ങളുടെ സ്ഥാപനം ചേലക്കരയിൽ മേപ്പാടത്തിനടുത്ത് കൽത്തൊട്ടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഒരു അധ്യാപികയാണ്. നമ്മുടെ ചുറ്റും മായം കലർന്ന സാധനങ്ങളാണ് എവിടെ നോക്കിയാലും. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ചെറിയൊരു മോചനം വേണമെന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. നമുക്ക് എന്തുകൊണ്ട് നല്ല സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൂടാ? ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ്റെ റിട്ടയർമെൻറ്റ് കാലത്ത് തന്നെ ഇത് തുടങ്ങാൻ, അത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് തുടങ്ങി. നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സാധനങ്ങൾ നമ്മുടെ സമൂഹത്തും എത്തിച്ചു കൊടുക്കുക. നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക ഒരു അർപ്പണം, അതായത് മായം കലരാത്ത സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുക എന്ന കൺസെപ്റ്റിൽ നിന്നും ആ ഒരു ചിന്താഗതിയിൽ നിന്നുമാണ് എനിക്ക് ഈ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. ജോബ് വേർസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സും കൊടുക്കുന്നുണ്ട്. ജോബ് വേർസ് എന്ന് പറയുന്നത് നമ്മൾ പൾവറൈസറിൽ ഓരോന്നിനും സെപ്പറേറ്റ് പൾവറൈസറുകളാണുള്ളത്. അരി, ഗോതമ്പ്, മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല, ഇതിനു വേണ്ടി സെപ്പറേറ്റ്, എല്ലാത്തിനും സെപ്പറേറ്റ് പൾവറൈസറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പൊടിച്ചു കൊടുക്കുന്നു. അരി പൊടിച്ച് വറുത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കൊപ്ര ആട്ടി കൊടുക്കുന്നു. അതിന് ചക്കുണ്ട്, എസ്പെല്ലറും ഉണ്ട്. പിന്നെ തേങ്ങ, പച്ചത്തേങ്ങ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളത് ഡ്രയറിൽ വെച്ച് ഉണങ്ങി ആട്ടി 3 ദിവസം എണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചക്കിലാട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എസ്പെല്ലറിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതുപോലെ ഇത് ജോബ് വർക്ക്സ്. അല്ലാതെ നമ്മൾ ഫുഡ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കൊടുക്കുന്നത് ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ എണ്ണ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവലോസ് പൊടി, മധുരമുള്ള അവലോസ് പൊടി, മധുരമില്ലാത്ത അവലോസ് പൊടി, ഗരം മസാല, സാമ്പാർ പൗഡർ, ചുക്ക് കാപ്പി, ചമ്മന്തിപ്പൊടി, പിന്നെ മല്ലി, മുളക്, അത് സാധാരണ മുളകുണ്ട്, കാശ്മീരി മുളകുണ്ട്. പിന്നെ സ്റ്റീം പുട്ടുപൊടി, നമ്മൾ സ്റ്റീമറുണ്ട്, നമുക്ക് സ്റ്റീം പുട്ടുപൊടി, അത് അരിയുടെ ഉണ്ട്, ഗോതമ്പിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ചുക്ക് കാപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ. അപ്പം ചുക്കാണെങ്കിൽ നമ്മുടെ സ്വന്തമായ കൃഷിയിൽ നിന്ന് എടുക്കുന്ന ജൈവവളം ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന ഇഞ്ചി ഉണങ്ങിയെടുക്കുന്ന ചുക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തുളസി ഇലയാണെങ്കിലും അതും നമ്മൾ സ്വന്തമായിട്ട് മാക്സിമം ഉപയോഗിക്കുന്നു. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അതായത് മല്ലി, മുളക് മുതലായവ നമ്മൾ നന്നായി കഴുകി വെള്ളം ഒക്കെ വൃത്തിയായിട്ട് ചെയ്തതിന് ശേഷം ഡ്രയറിൽ വെച്ച് ഉണങ്ങി പൊടിച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. എത്രത്തോളം വൃത്തിയിലും അതുപോലെ മായം കലരാതെ രീതിയിലും ചെയ്യാൻ പറ്റുമോ, നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനും ഹസ്ബൻഡും കൂടി നേരിട്ട് പോയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. കൂടുതൽ സ്പൈസസ് ഒക്കെ നമ്മൾ അങ്കമാലി ആ ഭാഗത്തുനിന്ന് എടുക്കും. പിന്നെ കിട്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് എടുക്കും. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ സന്ദർഭത്തിൽ ഈ വർഷം നമുക്കതൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ സംരംഭം തുടങ്ങിയിട്ട് ഇപ്പം 2 വർഷമായി. ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തേങ്ങ കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ തേങ്ങ കളക്ട് ചെയ്തിട്ട് ആ തേങ്ങയിൽ നിന്ന് നമ്മൾ ഡ്രയറിൽ വെച്ച് ഉണങ്ങി കൊപ്രയാക്കി ആട്ടിയിട്ടാണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം തേങ്ങ കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം നമ്മൾ നാടൻ തേങ്ങ കൊപ്രയാക്കി കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ നേരിട്ട് പോയി കണ്ട് അത് വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നത്. ഇപ്പം തേങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ തേങ്ങ എടുത്ത് ഡ്രയർ വെച്ച് ഉണങ്ങിയിട്ട് തന്നെയാണ് കൊപ്രയാക്കി കൊടുക്കുന്നത്. നമുക്ക് കിട്ടാവുന്നതിൽ ഫസ്റ്റ് ക്വാളിറ്റി. അപ്പം ഏലക്കൊന്നും ഫസ്റ്റ് ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ 12 ഐറ്റം സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഗരം മസാലയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ മഞ്ഞളാണെങ്കിലും നമ്മൾ നാടൻ മഞ്ഞൾ തന്നെ കർഷകരിൽ നിന്ന് നേരിട്ട് പോയി കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പോയി വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കസ്റ്റമേഴ്സ് ആദ്യ സമയങ്ങളിൽ വന്നവർ വീണ്ടും നമ്മളെ തേടിയെത്തുന്നു. അവർ പറഞ്ഞിട്ട് മറ്റുള്ളവർ ഇവിടെ എത്തുന്നു. നമ്മളങ്ങനെ പരസ്യങ്ങളൊന്നും അധികമൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ
ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെ ദൂരദിക്കിൽ നിന്ന് പോലും നമ്മുടെ സാധനങ്ങൾ തേടിയെത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറത്ത് പല കടകളിലും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല, നമ്മുടെ ഇവിടെ തന്നെ വിറ്റൊഴിയുന്നു. പിന്നെ നമ്മൾ ലോട്ടായിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ്, തൃശ്ശൂർ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ലോട്ടായിട്ട് അവലോസ് പൊടി കൊടുക്കുന്നു. അതായത് നമ്മൾ മാക്സിമം ഏറ്റവും നല്ല നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അരിയും അതുപോലെ 10 കിലോ അരിക്ക് 25 തേങ്ങ ഇട്ട് കൃത്യമായ രീതിയിൽ അതിന് വേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ മധുരമുള്ള അവലോസ് പൊടിക്ക് നമ്മൾ വെല്ലം പാവുകാച്ചി ഒഴിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പിന്നെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും അവർ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇപ്പം വാങ്ങുന്നുണ്ട് സ്ഥിരമായിട്ട്. കാരണം അവർ വന്ന് നോക്കുമ്പം അവർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇത് നല്ല ശുദ്ധമായ സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നതെന്നും. അതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആദ്യ സമയങ്ങളിൽ തന്നെ നമ്മൾ വ്യവസായ വകുപ്പുമായിട്ടാണ് ആദ്യം നമ്മൾ ഇത് ആലോചിക്കുന്നത്. വടക്കാഞ്ചേരി ചെന്ന് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു ഒന്നുണ്ടായിരുന്നത്. സാറിനോട് ഞങ്ങളിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ചെയ്തത്. കാരണം ഒരു അധ്യാപകർ ഈ ഇതേപോലെയുള്ള ഒരു സംരംഭത്തിലേക്ക് വരിക എന്ന് പറയുമ്പം അത് അവരെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നതിനും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങി ഇങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്ന വ്യവസായ വകുപ്പിലുണ്ടായിരുന്ന അവർ തന്നെയാണ് നമുക്കെല്ലാം ചെയ്തു തന്നത്. എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ ലൈസൻസുകളും എല്ലാം നമ്മൾ പക്ക പെർഫെക്റ്റായിട്ട് അതിന് വേണ്ട എല്ലാ കടലാസുകളും ശരിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ട സ്ഥലം ആദ്യം ചൂസ് ചെയ്തു, പിന്നെ അതിന് വേണ്ട കെട്ടിടം. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ 2 പേരും അധ്യാപകരാണ്. എനിക്കൊരു മകനാണുള്ളത്, അവൻ MBA കഴിഞ്ഞു. അവനിപ്പോൾ ഈ സ്ഥാപനം അവനാണ് നോക്കി നടത്തുന്നത്. പിന്നെ ഞങ്ങൾ അത്യാവശ്യം പണി കൂടുതലുള്ള സമയത്തൊക്കെ വന്ന് ചെയ്യും, ലേബേഴ്സ് ഉണ്ട്. അങ്ങനെ ഇതൊരു ബാധ്യത പോലെയല്ല, എന്നെ സംബന്ധിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻജോയ്മെൻറ്റ്. ഞാനിതിൽ വളരെയേറെ മാനസികമായ ഒരു ഉല്ലാസം അനുഭവിക്കുന്നുണ്ട് ഇതിൽ. കാരണം ഇങ്ങനെയുള്ള എനിക്ക് പൊതുവേ പണ്ട് തുടങ്ങിയ ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം മാത്രമല്ല റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് വിശ്രമിക്കാനുള്ളതാണെന്ന് പൊതുവെ ഒരു ചൊല്ലുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയില്ല? നമുക്കത് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വിനിയോഗിക്കണം. നമുക്ക് അതിനുള്ള സാഹചര്യവും സാമ്പത്തികവും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നമുക്ക് പലതും ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഒരിക്കലും സ്ത്രീകൾ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആൾക്കാരല്ല. അവർക്കും എനിക്ക് ഇവിടുത്തെ പുതിയ തലമുറയിലുള്ള ലേഡീസിനോട് പറയാനുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അധികം മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മളെ കൊണ്ടാവും പോലെ നമ്മളും ഒരു വരുമാനത്തിന് ഉടമയാകുക. അത് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിനത് ഗുണമാകും, നമ്മുടെ ഹസ്ബൻഡിനൊരു കൈത്താങ്ങാകും, നമ്മൾക്കതിലൊരു ശക്തി കിട്ടുകയും ചെയ്യും. ചെറിയ ഒരു പോക്കറ്റ് മണി നമുക്കത് കിട്ടുമ്പം, നമുക്കൊരു വരുമാനം കിട്ടുമ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ ഒരിക്കലും വീടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കുട്ടികളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. മറിച്ച് നമ്മൾക്കും സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്യാനും മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാനും നമുക്ക് കഴിയണം. എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ അത് നല്ല കാര്യമാണ്. പിന്നെ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ എനിക്ക് കുറേ കൂടി പ്രതീക്ഷകളുണ്ടായിരുന്നു. 1-2 ഫാമിലി നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് രക്ഷപ്പെട്ടു പോകുകയാണെങ്കിൽ, അവർക്കൊരു ജോലി കൊടുക്കുകയോ അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുരോഗതി വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോഴത്തെ ഈ ബിസിനസ്സിലുള്ള ഒരു അരക്ഷിതാവസ്ഥ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ മില്ല് പ്രവർത്തനത്തിലും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം 1-2 പേർക്കെങ്കിലും കുടുംബത്തിലൊരു താങ്ങാകാൻ എന്നെക്കൊണ്ടാകും പോലെ അത് ചെയ്യാൻ പറ്റിയ അത്രയും നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഏത് പ്രൊഡക്റ്റും നമ്മൾ കൊടുക്കുമ്പം തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് സ്റ്റീം പുട്ടുപൊടിയാണ്. നമ്മളൊരു സ്റ്റീമർ വാങ്ങി അതിൽ വെച്ച്
ചെയ്ത് ഗോതമ്പ് വളരെ അത് തരിതരി പോലെ ആക്കിയിട്ട് അത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും അത് വെള്ളം നനച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക. അതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കുന്ന പുട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഏതൊരു പ്രൊഡക്റ്റും ഞാൻ ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റ് ഞാൻ തന്നെയാണ് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കുക. അത് ഗരം മസാല 4 പ്രാവശ്യം ഉണ്ടാക്കിയാലും 10 പ്രാവശ്യം ഉണ്ടാക്കിയാലും ആദ്യം കൊണ്ടുപോയി ചുക്ക് കാപ്പിപ്പൊടിയാണേലും അത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് തൃപ്തികരം എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ എൻ്റെ ഈ ഷോപ്പിൽ വിൽക്കാറുള്ളൂ. പറഞ്ഞതുപോലെ എനിക്ക് തുടങ്ങുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി വിപുലീകരിച്ച് വലിയൊരു മേഖലയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെറിയ തോതിൽ ഇപ്പം ആകാൻ സാധിച്ചിട്ടുള്ളൂ. വിചാരിച്ച അത്രയും ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ തന്നെയായിരിക്കും അതിന് കാരണം എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ അറിഞ്ഞു കണ്ടു വരുന്നവർ തീർച്ചയായിട്ടും അത് ഇപ്പം സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വന്ന് അവർ ലോട്ടായിട്ട് 5-10 കിലോ വീതം ഓരോ സാധനങ്ങളും നമ്മളോട് ഒരാഴ്ച മുമ്പ് വിളിച്ചു പറയും ഇന്ന സാധനങ്ങളൊക്കെ വേണം. അപ്പം നമ്മളതൊക്കെ പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. അതുപോലെ കൊറിയറായിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിതിൽ വലിയൊരു ലാഭം, സാമ്പത്തിക ലാഭം ഞാൻ ഒരിക്കലും കാണുന്നില്ല. അത് ഞങ്ങളുടെ ഫാമിലി ആരും കാണുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സമൂഹത്തിന് നമ്മൾ മായം കലർന്ന സാധനങ്ങൾ എവിടെ ചെന്നാലും നമ്മൾ കാണുക. എന്നാൽ മായം കലരാതെ വളരെ വൃത്തിയായും മായം കലരാത്ത രീതിയിലും നമ്മളെ കൊണ്ടാവും പോലെ നമുക്ക് കിട്ടുന്നില്ലേ ഫസ്റ്റ് ക്വാളിറ്റി സാധനം സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുക. ആ ഒരൊറ്റ ലക്ഷ്യമാണ് ഞങ്ങളുടെ. ലിസ്മ എന്നുള്ളത് എൻ്റെ പേരും ഹസ്ബൻഡിൻ്റെ പേരും മോൻ്റെ പേരും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പേരാണ് ലിസ്മ എന്ന് ഇട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്ഥാപനം ചേലക്കര മേപ്പാടം ജംഗ്ഷനിൽ നിന്നും പഴയന്നൂർ റൂട്ടിലേക്ക് വരുമ്പോൾ കൽത്തൊട്ടി എന്ന സ്ഥലത്താണ്, റോഡ് സൈഡിൽ തന്നെയാണ് കൽത്തൊട്ടി. ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത് ഇപ്പം മേപ്പാടത്ത് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൽ ഡെയിലി ടേബിൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് തൃശ്ശൂർ, അവിടെ നമ്മുടെ അവലോസ് പൊടി കൊടുക്കുന്നുണ്ട്. അത് 2 വർഷമായി ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അവർ വളരെ സന്തോഷത്തോടു കൂടി നമ്മളുടെ പ്രോഡക്റ്റ് നന്നായി ചിലവാകുന്നുണ്ടെന്ന് തന്നെയാണ് അവർ പറയണത്. അവരുടെ എല്ലാ ഷോപ്പിലേക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ പോകുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഗരം മസാലയും സാമ്പാർ പൗഡറും. നമ്മുടെ ഗരം മസാല എന്ന് പറയുന്നത് എല്ലാ മീറ്റിനും എഗ്ഗ്, കടല ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്.